അങ്ങനെ അടി കട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതാ ഒരു ചെറിയ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കൊള്ളിട്ട് കൊടുക്കാം. വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് നന്നായി വറുത്തെടുക്കാവേ. ഇല്ലേ വെള്ളം പോകാനുള്ള ഓട്ടയുള്ള പാത്രമില്ലേ, ഞാനിപ്പോൾ അതിനകത്തൊന്നും ഇട്ട് വെച്ചില്ല, ഇങ്ങനെ എടുക്കുക ചെയ്തേ. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അര വേവും കൂടെ കിട്ടും. ലേശം വേവ് വെള്ളത്തിൽ കിടന്നോൾക്ക് ഒരു ചെറിയ വേവ് മുതിരിക്ക് കിട്ടും. അപ്പോൾ മുതിര നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇങ്ങനെ അങ്ങനെ മുതിര ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വായിട്ട് നോക്കുമ്പോൾ നല്ല ഒരു മൂത്ത ഉണക്ക്, അതായത് കടിച്ചാൽ വായിലിട്ട് പൊട്ടുന്ന ഉണക്ക് നമുക്കൊരു തോന്നലുണ്ട് കിട്ടും കേട്ടോ. ഉദ്ദേശം ഒരു 5 മിനിറ്റ് മതിയാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില വറുത്തെടുക്കാം. മുതിരയും കറിവേപ്പിലയും കല്ലുപ്പും കൂടെയാണ് കേട്ടോ. അങ്ങനെ മുതിരയും കറിവേപ്പിലയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ, കല്ലുപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ, പൊടിയുപ്പ് ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പോൾ ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ഇതുണ്ടോ, കറിവേപ്പില നല്ല കിലുകിലാന്ന് പൊടിയുന്ന ഉണക്കായിരിക്കണം കേട്ടോ. ഉണ്ടോ, ഈ ഒരു ഇതിലെത്തണം നമ്മൾ ഇതാ. അപ്പോൾ ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ടിന്നുകളിൽ സൂക്ഷിച്ച് വെക്കാം. മുതിരയും കറിവേപ്പിലയും കൂടെ പൊടിച്ച് കറിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള പൗഡർ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി, വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ഒരു ടിന്നിനകത്താക്കി വെച്ചാൽ നമുക്കെന്തെങ്കിലും കറിക്കൊക്കെ ചേർക്കാനായിട്ട് നല്ല സാധനമല്ലേ. രണ്ടും കറിവേപ്പിലയും കല്ലുപ്പും മുതിരയും. അപ്പോൾ ഇത് ഇത്ര ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 1 സ്പൂൺ ചേർത്താൽ മതി. 1-1.5 സ്പൂണോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ അല്ലെങ്കിൽ ഇത് പൊടി വായി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണും. ബൈ ബൈ.